ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാമയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ ചന്ദ്രയുടെ 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് രേവതിയാണെന്ന് വരുത്തി തീർക്കാനാണ് ചന്ദ്രയുടെ ശ്രമം. അപ്പോൾ രേവതി മാത്രമേ അങ്ങോട്ടേക്ക് വന്നുള്ളൂ എന്നാണോ നീ പറയുന്നത് എന്നും പറഞ്ഞ് രേവതി സംശയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പിന്നെയും ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മ എന്ത് അനാവശ്യം ഈ പറയുന്നേ, ഞാൻ ഒരിക്കലും ആരുടെയും കാശ് മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ നമ്മുടെ രേവതിയും പറയുന്നുണ്ട്. രവീന്ദ്രനോട് ചന്ദ്രയോട് ഇതേ കാര്യം പറയുമ്പോഴേക്കും ഇതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ ചന്ദ്രമതി വീണ്ടും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദേഷ്യം കൂടി സഹി കേട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ഭാമയോട് സംസാരിക്കുകയാണ് നമ്മുടെ സച്ചി. രേവതിക്ക് ആകെപ്പാടെ വിഷമമായിട്ട് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചതിന് ശേഷം സച്ചി ദേഷ്യത്തോടെ തന്നെയാണ് ഭാമാൻ്റിയോട് സംസാരിക്കുന്നതും. എന്താ ഭാമാൻ്റി ഈ പറയുന്നത്, രേവതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, എന്നിട്ട് നിങ്ങൾ അവളെ കള്ളിയാക്കിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാമയാകെ ഇങ്ങനെ വരണ്ട നിൽക്കുകയാണ് കേട്ടോ. സച്ചി ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുമെന്നും ഇത്ര ദേഷ്യപ്പെട്ട് ചോദിക്കുമെന്നൊന്നും തന്നെ ഭാമ വിചാരിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാനായിട്ട് ചന്ദ്ര കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും അത് ഇത്ര വലിയ പണിയാകുമെന്ന് ഭാമ ഒരിക്കലും വിചാരിച്ചതല്ല. നിങ്ങളുടെ കാശ് കാണാതെ പോയോ എന്നിങ്ങനെ സച്ചി വീണ്ടും ചോദിക്കാട്ടോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അതേ മോനെ, അത് പിന്നെ ഞാൻ കബോർഡിൽ വെച്ചിരുന്ന കാശ് കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പതറിയ സ്വരത്തിൽ തന്നെ ഭാമ പറയുകയാണ്. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ കാശ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമായിരുന്നു. അല്ലാതെ രേവതി എന്തിനാ സംശയിക്കുന്നത്, രേവതി അങ്ങനെ ചെയ്യുമെന്ന് ഭാമാരിക്ക് തോന്നുന്നുണ്ടോ? രേവതി ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. മറ്റുള്ളവരുടെ പണത്തിലോ സ്വർണത്തിലോ ഒന്നും തന്നെ ആഗ്രഹിക്കാത്തവള രേവതി. അവളെപ്പറ്റി ഇങ്ങനെ പറയുന്ന തന്നെ തെറ്റാ. ഭാമാൻറ്റിയുടെ കാശ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഭാമാൻറ്റി പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്യുക, ബാക്കി ഞങ്ങൾ അവിടെ വെച്ച് നോക്കിക്കോളാം എന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഹോളിൽ സുധിയും ശ്രുതിയും അതുപോലെ ശ്രീകാന്തും വർഷയും രവിയും എല്ലാവരും തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കാശ് കാണാനില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ബാമാൻറ്റി എന്താ പറഞ്ഞതെന്ന്. എടാ, ബാമാൻറ്റിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇവിടെയുള്ളവരാ ഓരോ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ നോക്കുന്നതെന്നൊക്കെ ചന്ദ്രയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്. ബാമയുടെ സംസാരത്തിൽ നിന്ന് തന്നെ സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇത് രേവതിയെ കള്ളിയാക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതെന്നൊക്കെ സച്ചിക്ക് മനസ്സിലാവുകയാണ്. രേവതി ഇപ്പോഴും കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, രേവതി മോളെ, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ, കരയണ്ട മോളെ, നീ കരച്ചിലൊന്ന് നിർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് പിന്നെ അങ്കിളെ, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പം ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് രേവതി ചേച്ചി കരയുന്നതൊക്കെ വർഷയും പറയുകയാണ്. രവീന്ദ്രനും ദേഷ്യപ്പെട്ട് തന്നെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രെ എന്താ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഉടനെ പറയുവാട്ടോ, എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയാനാ, ഇവള് മാത്രമേ ആ വീട്ടിലോട്ട് പോയിട്ടുള്ളൂ എന്നാ ഭാമ പറയുന്നത്. അത് മാത്രമാണോ, ടെറസിൽ ഉണങ്ങാൻ കിടന്നിരുന്ന തുണി ഇവൾ എടുത്തോണ്ട് വന്ന് റൂമിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്നാ ഭാമ പറയുന്നത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, തുണി കൊണ്ടുപോയി റൂമിൽ ഇട്ടു എന്നും പറഞ്ഞ് അവരുടെ കബോർഡിൽ നിന്ന് കാശ് എടുക്കുവോ രേവതി? രേവതി പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അവൾ ആരുടെയും 1 രൂപ പോലും ആഗ്രഹിക്കാത്തവളാ, അവൾ അധ്വാനിച്ച് ജീവിക്കുന്നവളാന്നൊക്കെ തന്നെ സച്ചി വീണ്ടും പറയുകയാണ്. രേവതിക്ക് സങ്കടം സഹിക്കാനാവാതെ തന്നെ കരഞ്ഞുകൊണ്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛ, ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും എല്ലാം എന്റെ തലയിലേക്കാണല്ലോ വരുന്നത്, എന്തൊരു വിധി അച്ഛ എൻ്റെ ഇത്, ഞാൻ എന്തിനാ ബാമാൻറ്റിയുടെ പൈസയൊക്കെ എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ കണ്ടില്ലേ മോളുടെ വിഷമം, രേവതി മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മോള് ഒരു വീട്ടിൽ മാത്രമല്ലല്ലോ പൂവ് കൊടുക്കാൻ പോകുന്നത്, ഇതുപോലെ എത്ര വീടുകളിലേക്ക് മോള് പൂവ് കൊണ്ട് കൊടുക്കാൻ പോകാറുണ്ട്. അതുപോലെ ബാമയുടെ വീട്ടിലേക്കും പോയി, അവിടെ ബാമയുടെ കാശ് കാണാതെ പോയെന്നും പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഉടനെ പറയുകയാണ്, ദേ രവിയേട്ടാ, ഞാൻ ബാമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഇവളുടെ കുടുംബം തന്നെ ഒരു കള്ളന്മാരുടെ കുടുംബമല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഇവളുടെ അനിയനല്ലേ എന്റെ കാശ് മോഷ്ടിച്ചോണ്ട് പോയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശരത്തിന്റെ കാര്യങ്ങളെല്ലാം എടുത്തിടുകയാണ് ചന്ദ്രമതി. ഇവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ടാ ബാമ ഇവളെ സംശയിച്ചെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അമ്മയോട് മിണ്ടാതിരിക്കാൻ പറ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് സച്ചി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അതിനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ഇനിയും പറയും, ഇവളുടെ കുടുംബം ഒരു കള്ളന്മാരുടെ കുടുംബം തന്നെയാ, അത് അങ്ങനെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആ മോഷണ കുറ്റം രേവതിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. അവസാനം സഹി കിടുമ്പോഴേക്കും സച്ചി ശ്രുതിയുടെയും സുധിയുടെയും അതുപോലെ അമ്മ കാണിച്ച കള്ളത്തരങ്ങളും എല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. നല്ല ചുട്ട മറുപടി തന്നെ ആ സമയത്ത് നമ്മുടെ സച്ചി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക്. രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, ഈ നിൽക്കുന്നവൻ എന്നാ അത്ര നല്ലവനാണോ? മണ്ഡപത്തിൽ ഒരു പെണ്ണിനെയും കരയിപ്പിച്ചിരുത്തി നമ്മുടെ പൈസ അടിച്ചു മാറ്റി കൊണ്ട് പോയവനല്ലേ ഇവൻ, അപ്പൊ അവൻ കള്ളനല്ലേ? അതുപോലെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഗോൾഡ് കവർ ആയത് എങ്ങനെയാ? അതും ഈ അമ്മയും അവനും കൂടെ ചേർന്നല്ലേ അങ്ങനെ ആക്കിയത്.
അപ്പോൾ ഈ വീട്ടിലുള്ളവരും കള്ളന്മാർ തന്നെയല്ലേ? അപ്പോൾ ഈ കുടുംബത്തെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അതൊക്കെ എല്ലാവരും അങ്ങ് മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ സച്ചി ചോദിക്കുകയാണ്. സച്ചി ഇതൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇതെല്ലാം കേട്ടോണ്ട് മിണ്ടാതിരിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരാളുടെ തലയിൽ ഇങ്ങനെ മോഷണക്കുറ്റം അടിച്ചേൽപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതും രേവതി ചേച്ചിയെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്കറിയാവുന്നതല്ലേ രേവതി ചേച്ചിയെ. രേവതി ചേച്ചി സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ആരുടെയും ഒരു കാശും രേവതി ചേച്ചി ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടോ വർഷ. ശ്രീകാന്തം പറയുന്നുണ്ട്, അമ്മേ രേവതി ചേച്ചി ഒരിക്കലും അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. വേറെ ആരും അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ലേ അമ്മ വിശ്വസിക്കുന്നേ. അതുപോലെ രേവതി ചേച്ചിയും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് വിശ്വസിച്ചൂടെ എന്ന് എന്നെ ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൾ വിശ്വസിക്കില്ലടാ. അവളുടെ തലയിൽ എങ്ങനെയെങ്കിലും രേവതിയെ കുറ്റക്കാരിയാകണം, രേവതിയുടെ തലയിൽ ഇത് അടിച്ചേൽപ്പിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് കരുതി അവളെപ്പറ്റി എന്ത് തോന്നിയാസം പറയാന്ന് നീ കരുതണ്ട ചന്ദ്രേ. നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞ് ഇതുപോലുള്ള തെറ്റൊന്നും അവളുടെ മേലിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ രേവതി മോളെ ഇങ്ങനെ പഴിക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയുടെ അടവൊക്കെ പുറത്തെടുക്കുകയാണ് കേട്ടോ. ഒരു കള്ളക്കരച്ചിലൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാനല്ല രവിയേട്ടാ, ഞാനല്ല ഇതൊന്നും പറഞ്ഞത്. ബാമയല്ലേ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് കാശ് കാണാതെ പോയെന്നുള്ള കാര്യം പറഞ്ഞത്. രേവതിയെ സംശയം ഉണ്ടെന്ന് ബാമ തന്നെയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഞാനും ബാമയും തമ്മിൽ ചെറുപ്പം മുതലേ കൂട്ടാണ്. എനിക്ക് ഡാൻസ് ക്ലാസ് നടത്താനായിട്ട് അവൾ അവളുടെ വീട്ടിൽ തന്നെ സ്ഥലം തന്നവളാണ്. 30 വർഷത്തെ സുഹൃത്തുക്കളാണ് ഞങ്ങള്. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര അടവിറക്കി കരയാണ് കേട്ടോ. അങ്ങനെ അവൾ കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ അവളോട് തന്നെ തിരിച്ചു കൊണ്ട് തരാൻ പറ രവിയേട്ടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്രമതി. ഇത് കേട്ടുപാടെ രേവതി പിന്നെ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങിയാണ് കേട്ടോ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ പറയുന്നത്? നീ ബോധത്തോടെ തന്നെയാണോ സംസാരിക്കുന്നത്? രേവതി മോൾ ആ കാശ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നീ കേട്ടില്ലേ? രേവതി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നെ പോലെ സ്വർണത്തോടും മണത്തിനോടും ഒന്നും ആക്രാന്തമുള്ളവളല്ല അവള്. പണ്ട് നീ പറഞ്ഞ ഒറ്റ കാരണത്തിന്റെ മുമ്പിൽ അവളുടെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം അവള് ഊരി നിന്റെ മുമ്പിൽ വെച്ചതാണ്. എന്നിട്ട് സച്ചി മേടിച്ചേരുന്ന ആഭരണങ്ങൾ മാത്രമേ ഇടുള്ളൂ എന്ന് ശബ്ദം എടുത്തവളാ അവള്. അങ്ങനെ പോലും ഒന്നിനോടും ഒരാഗ്രഹവും ഇല്ലാത്തവളാ രേവതി മോള്. അങ്ങനെയുള്ള മോളെ കുറിച്ചാണ് നീ അനാവശ്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രന്റെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. എന്നാലും ചന്ദ്ര ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്റെ പൊന്ന് രവിയേട്ടാ, ഇവളാ വീട്ടിൽ വന്നു പോയതിനു ശേഷം കാശ് കാണാതെ പോയത്. ഇവളും സച്ചിയും കൂടെ ആ കാശ് കാണാതെ പോയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ചന്ദ്ര ഇങ്ങനെ പറയുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ അവരെന്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ കാശ് അതിന് ഇവരല്ലല്ലോ എടുത്തത്. അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ഇവരേൽക്കേണ്ട കാര്യവുമില്ല. ഇപ്പോഴും ആ കാശ് എങ്ങനെ കാണാതെ പോയത് പോലും അറിയില്ല. പിന്നെയും എന്തിന്റെ പേരില രേവതി മോള് തന്നെ ആ കാശ് എടുത്തെന്നുള്ളത് നീ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ? രേവതി മോള് കാശ് എടുക്കുന്നത് നീ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രവീന്ദ്രൻ. ആരും ഇത് അങ്ങോട്ടേക്ക് അംഗീകരിച്ചു കൊടുക്കാതെ വരുമ്പോഴേക്കും ചന്ദ്രമതി വീണ്ടും കരയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അറിയാൻ പാടില്ല. ഇനി എങ്ങനെ ഞാൻ ബാമയുടെ മുഖത്ത് നോക്കും? ഇവള് കാരണം ഇവൾ അവിടെ വന്നു പോയതിനു ശേഷമല്ലേ ഇതെല്ലാം സംഭവിച്ചത്. എന്റെ കാശുകാരായ മരുമക്കളെ കൊണ്ട് എനിക്ക് ഒരു പാടും ഉണ്ടായിട്ടില്ല. ഈ ദരിദ്രവാസിയായ ഇവളെ എന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അന്ന് മുതൽ ഓരോരോ പ്രശ്നങ്ങളാന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ചന്ദ്ര കരയുന്ന കണ്ട് സങ്കടം സഹിക്കാനാവാതെ സുധി അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രയെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സച്ചിക്കും രവീന്ദ്രനും അതുപോലെ വർഷയ്ക്കും ശ്രീകാന്തനും ഒക്കെ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എന്നാൽ ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നും ആകുകയല്ല എന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു ശ്രുതി. ആദ്യം ഇതുപോലെ ഒരു ഡ്രാമ കളിക്കുമെന്ന് ശ്രുതി ഒട്ടും വിചാരിച്ചതുമല്ല. ഇത് കറങ്ങിത്തിരിഞ്ഞ് എന്റെ തലയിൽ വന്നിരിക്കുമെന്നൊക്കെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് ശ്രുതി. സച്ചി പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ ഇവരെ. ശരിക്കും അങ്ങനെ ഒരു കാശ് മോഷണം പോയിട്ടുണ്ടോ? അതോ ഇനി ഇവര് കള്ളം പറയുന്നതാണോ? ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഇതുപോലുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രനും അത് എന്നെ ചന്ദ്രയോട് ചോദിക്കുകയാണ്. നിന്റെ മനസ്സിൽ എന്താ ചന്ദ്ര ഉള്ളത്? ഇല്ലാത്ത കുറ്റം ഇവരുടെ തലയിൽ കെട്ടിവെച്ച് ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം ചന്ദ്രേ, അതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞാണല്ലോ നീ ബാവയുടെ വീട്ടിലേക്ക് പോയത് തന്നെ. എന്നാലും നിന്റെ മനസ്സിലെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ചന്ദ്രേ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഈ സച്ചിയും രേവതിയും രവീന്ദ്രന് ജീവനുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകൂല. അവരിനി അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രവീന്ദ്രൻ മരിച്ചതിന് ശേഷമായിരിക്കും എന്നൊക്കെ തന്നെ രവീന്ദ്രൻ പറയുകയാണ്. രവീന്ദ്രന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല വിഷമാവുന്നുണ്ട്. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുക. അച്ഛൻ ഇങ്ങനൊന്നും പറയല്ലേ. ആരും ഈ വീട് വിട്ട് എങ്ങും പോകാൻ പോകുന്നില്ല. അച്ഛൻ വെറുതെ വിഷമിക്കൊന്നും വേണ്ട. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ കരച്ചിൽ നിർത്ത്. നീ ഇനി കരയരുത്. ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇങ്ങോട്ടേക്ക് വന്നേ രേവതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയുടെ കൈയും പിടിച്ചോണ്ട് സച്ചി രേവതിയും കൂട്ടി മുകളിലേക്ക് കയറി പോവുകയാണ്.
മോളിൽ പോയിട്ടും രേവതി ഭയങ്കര കരച്ചിൽ തന്നെയാണ് കേട്ടോ. ചെയ്യാത്ത കുറ്റത്തിന് ഇതുപോലെ പഴി കേൾക്കേണ്ടി വന്നല്ലോ, അതും ഒരു മോഷണ കുറ്റത്തിന്, അതും കാശ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അമ്മ എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മനസ്സാവാചന പോലെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നിട്ടും അമ്മയ്ക്ക് എന്നോട് എന്തിനാ ഇത്ര ശത്രുത, എന്നോട് മാത്രം എന്താ ഇത്ര വൈരാഗ്യം കാണിക്കുന്നത്? ഇതിനു മുമ്പ് അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു. എന്നിട്ടും അമ്മ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം കണ്ടു കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടുകയല്ലായിരുന്നു സച്ചിയേട്ടാ ചെയ്തത്. എന്നിട്ടിപ്പം മോഷണക്കുറ്റം വരെ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. സച്ചി അവളെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെ കരയല്ലേ, നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ നീ എന്തിനാ കരയുന്നേ? എന്തായാലും ഞാനും അച്ഛനും ഉറപ്പായിട്ടും ഇത് വിശ്വസിക്കില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നീ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് അച്ഛൻ ഉറപ്പായിട്ടും അറിയാമെന്ന്. അതും പറഞ്ഞല്ലേ അച്ഛൻ അമ്മയോട് തർക്കിച്ചത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണെങ്കിൽ പോലും അച്ഛൻ അതിന് ഒട്ടും സമ്മതിക്കുകയല്ലെന്നേ. അച്ഛന് ജീവനുള്ളിടത്തോളം കാലം നമ്മളെ ഈ വീട്ടിൽ നിന്ന് എങ്ങും അച്ഛൻ പോകാൻ സമ്മതിക്കുകയില്ല. നീ അത് ഓർത്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല രേവതി. നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നൊക്കെ സച്ചി പറയുക കേട്ടോ. അപ്പോഴും രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുകയാണ്. പൂ വിൽക്കുമ്പോൾ പോലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കൂടുതൽ മേടിക്കാറില്ല. അത്രയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നതും. എന്നിട്ടും എല്ലാ കുറ്റങ്ങളും ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ തലയിലേക്കാണല്ലോ സച്ചിയേട്ടാ വരുന്നത്. ഉടനെ സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നിന്നെക്കുറിച്ച് നിന്നെക്കാൾ നന്നായിട്ട് എനിക്കും അച്ഛനും അറിയാം. നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? നീ വിഷമിക്കാതിരിക്കേ. എന്തായാലും ഇതിന്റെ പിന്നിലും എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ രേവതി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കും എന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട്. രേവതി സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതെങ്ങാനും പുറത്തുള്ള ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി തീരും? പിന്നെ എല്ലാവരും എന്നെ ആ കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ. ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പൂ മേടിക്കുമോ? വീട്ടിലേക്ക് ആരെങ്കിലും പൂ കൊണ്ടുവരാൻ പറയുമോ? മിക്ക വീടുകളിലും എന്നെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണ് അവരുടെ പൂജാമുറിയിൽ പോലും ഞാൻ തന്നെ പൂ കൊണ്ട് വെച്ച് അവിടെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുമോ സച്ചിയേട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ രേവതി. സച്ചി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത്? എന്തായാലും ഇത് പുറത്താരും അറിയാൻ പോകുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ നടക്കാനും പോകുന്നില്ല. നിന്നെ പറ്റി എല്ലാവർക്കും നല്ല പോലെ അറിയാം. ഓരോന്നിങ്ങനെ വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ തന്നെ പറയുകയാണ് സച്ചി. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, 2-3 ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക്. ഇവിടെ നിന്ന് അമ്മ ഇതിന്റെ പേരും പറഞ്ഞ് നിന്നെ ഇങ്ങനെ കുത്തി നോവിച്ചോണ്ടേ ഇരിക്കും. അതിനിട കൊണ്ട് തന്നെ ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചോളാം. നിന്റെ ഭാഗത്ത് നിരപരാധിത്വം ഞാൻ തെളിയിച്ചോളാം എന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നേ? അങ്ങനെ പോയി നിന്നാൽ പോലും അമ്മ പറയേണ്ട കാര്യങ്ങൾ അമ്മ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതുമാത്രമല്ല എൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നെന്ന് വേണമെങ്കിലും അമ്മ പറയും. ഇനി അതും കൂടെ കേൾക്കാനുള്ള മനഃശക്തി എനിക്കില്ല സച്ചിയേട്ടാ. ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറയുകയാണ് രേവതി. അത് മാത്രമല്ല ഈ വിവരം വീട്ടിലെ അമ്മയും ദേവും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് ഒരുപാട് വിഷമാവും എന്നൊക്കെ പറയുകയാണ്. ശരത്തിൻ്റെ വിഷയം ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയതല്ലേ ഉള്ളൂ. അതിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും അമ്മയും ദേവും ഒക്കെ. ഇനി ഇതും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരുടെ സമാധാനം കൂടെ കളയുന്ന എന്തിനാ? അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, എന്നാൽ ശരി നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമൊന്നും വേണ്ട. എന്തായാലും അവരറിയാതിരിക്കുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു സച്ചിയേട്ടാ. ബാമാൻ്റെ എന്നെ അങ്ങനെ സംശയിച്ചു എന്നൊക്കെ കേട്ടപ്പം എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അമ്മ എന്നോട് ഇത്രയും വെറുപ്പും വിദ്വേഷവും ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ പോലും ബാമാൻ്റെക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നായിരുന്നു. എന്നോട് നല്ല സ്നേഹത്തിലാണ് ബാമാൻ്റെ സംസാരിക്കുന്നത്. ആ ബാമാൻ്റെക്ക് തന്നെ എന്നെ സംശയമായെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി ഇത് ബാമാൻ്റെ പറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മുടെ അമ്മയുടെ കളിയാണേ. ആ ഫോൺ ചെയ്യുമ്പോൾ നീ ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ ബാമാൻ്റെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നീ ശ്രദ്ധിച്ചില്ലേ? ബാമാൻ്റെ അവിടെ ഉത്തരം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അമ്മ തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അമ്മ തന്നെ ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അമ്മ കളിക്കുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ തന്നെ സച്ചി പറയുകയാണ്. ബാമാൻ്റെ എന്തായാലും ഒരിക്കലും അങ്ങനെ പറയാൻ ഒരു വഴിയുമില്ല. എനിക്ക് ബാമാൻ്റെ നന്നായിട്ട് അറിയാവുന്നേ. ഞാൻ ചെറുപ്പം മുതലേ കാണുന്നല്ലേ. ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്ന ആളല്ല ബാമാൻ്റെ. അമ്മയുടെ വായി തോന്നുന്ന ഓരോന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ പോലും ബാമാൻ്റെ അമ്മയോട് പറയാറുണ്ട്, നീ ഇങ്ങനൊന്നും പറയല്ലേ ചന്ദ്രനൊക്കെ. അങ്ങനെയുള്ള ബാമാൻ്റെ എന്തായാലും നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അമ്മ തന്നെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും എന്നൊക്കെ തന്നെ സച്ചി പറയുകയാണ്. എന്തായാലും നീ ഇനി അതോർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. എന്താ അവിടെ സംഭവിച്ചെന്നൊക്കെയുള്ളത് ഞാൻ തന്നെ ബാമാൻ്റെയോട് നേരിട്ട് പോയി ചോദിച്ചു നോക്കാം. ശരിക്കും അങ്ങനെ ഒരു കാശ് ബാമാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? അതോ അമ്മ പറഞ്ഞിട്ടാണോ ബാമാൻ്റെ ഇങ്ങനെ പറഞ്ഞെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബാമാൻ്റെ നേരിട്ട് പോയി ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ തന്നെ സച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് രേവതിനെ.
എന്നിട്ട് സച്ചി നേരെ ചെല്ലുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഭാമ അവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സച്ചിയെ കണ്ട ഷോക്കിൽ ഭാമ ആകെ ഇങ്ങനെ വിറഞ്ഞിരിക്കുക കേട്ടോ. എന്താ ഭാമ ആൻറ്റി, എന്നോടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ അത് പിന്നെ മോനെ ആ അത് പിന്നെ മോനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അയ്യോ മോനെ, അത് ഞാൻ വിട്ടുപോയി. മോൻ ഇവിടെ ഇരിക്കേ, കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് വേണ്ട ഭാമാൻറ്റി, കുടിക്കാനൊന്നും വേണ്ട. ഭാമാൻറ്റി ഇവിടെ ഇരിക്കേ, എന്തായാലും എനിക്കിപ്പോൾ കുടിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തന്നെ സച്ചി അവിടെ പിടിച്ചിരുത്തുകയാണ് ഭാമയെ. ഭാമയുടെ വായിൽ തന്നെ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സച്ചി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഭാമയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ സച്ചിക്ക് അറിയാം. അതെന്താണെന്നാണ് സച്ചിക്ക് മനസ്സിലാകേണ്ടത്. ബാമാൻറ്റി കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ കള്ളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും ബാമാൻറ്റിക്കില്ല. അതുകൊണ്ട് സത്യം എന്തായാലും ബാമാൻറ്റിയുടെ വായിൽ തന്നെ പുറത്തു വരുമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ബാമയെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി എന്നിട്ട് പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ബാമാൻറ്റിക്ക് അറിയാമല്ലോ. രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ബാമാൻറ്റി. അതും പറഞ്ഞുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിലാവടെ. അത് അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ ഭാമയ്ക്കും ഭയങ്കര സങ്കടം വരിക കേട്ടോ. അവളോട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറ സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ ശരിയാവുമോ ബാമാൻറ്റി, നമ്മളായിട്ട് ശരിയാക്കിയാലല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് സച്ചി. എന്നിട്ട് സച്ചി ഭാമയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തന്നെ പറയണം, രേവതിയാണ് ആ 2 ലക്ഷം രൂപ എടുത്തതെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഭാമ ഇങ്ങനെ ഷോക്കായി സച്ചിയെ നോക്കിയാണ് കേട്ടോ. സച്ചി വീണ്ടും പറയുന്നുണ്ട് രേവതി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് ഭാമാൻറ്റിക്ക് അറിയാമല്ലോ. അവളുടെ മനസ്സിൽ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവൾ ആരോടും പറയുകയും അറിയിക്കുകയും ചെയ്യാത്തവളാണ്. പലപ്പോഴും എനിക്ക് വിഷമാവുമെന്ന് കരുതി എന്നോട് പോലും അവൾ പല കാര്യങ്ങളും പറയാതിരുന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഭാമാൻറ്റിക്ക് അങ്ങനെ അല്ലായിരുന്നല്ലോ, ഭാമാൻറ്റിക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പം അമ്മയുടെ കൂടെ ചേർന്ന് ഭാമാൻറ്റിക്ക് അവളെ ഇഷ്ടമല്ലാതായോ? അതുകൊണ്ടാണ് രേവതിയുടെ തലയിൽ ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ചുമത്തിയെന്നൊക്കെ തന്നെ സച്ചി ചോദിക്കുകയാണ്. ഭാമയുടെ മുഖത്തെ ആ ഒരു പതർച്ചയും പരിഭ്രമവും ഒക്കെ കാണുമ്പോഴേക്കും തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചി എന്നിട്ട് പറയുന്നുണ്ട് രേവതിക്ക് ഭാമാൻറ്റിയെ ഭയങ്കര കാര്യമാണ്, അത് ഭാമാൻറ്റിക്കും അറിയാമല്ലോ. അമ്മയുടെ കാര്യം അറിയാമല്ലോ, അമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല. അമ്മ എന്ത് പറഞ്ഞാലും അത് അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, കാരണം അത് കേട്ട് അവൾക്ക് ശീലമായി. പക്ഷെ ഭാമാൻറ്റിയുടെ കാര്യം അങ്ങനെയല്ല. ഭാമാൻറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴേക്കും അത് അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഈ 2 ലക്ഷം രൂപ മോഷ്ടിച്ചത് രേവതിയാണെന്ന് ഭാമാൻറ്റി പറഞ്ഞപ്പോഴേക്കും അത് അവൾക്ക് ഒട്ടും താങ്ങാനായില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. അവൾ ആകെപ്പാടെ തകർന്നു പോയി, അവൾ പൊട്ടിക്കരയുക ഭാമാൻറ്റി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. ഭാമയുടെ കണ്ണ് നിറയുകയാണ്. എങ്ങനെയും ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കണം കേട്ടോ സച്ചി. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ആൻറ്റി, പാർലറേട്ടത്തി ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വന്നു പോകാറുള്ളതല്ലേ, അതുപോലെ തന്നെ വർഷയും ഈ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പൈസ മോഷണം പോയപ്പോൾ ആൻറ്റിക്ക് അവരെ ഒന്നും സംശയം തോന്നിയില്ലല്ലേ? രേവതി മാത്രമേ ആൻറ്റി സംശയിച്ചുള്ളൂ അല്ലേ? കാരണം അവളൊരു പാവമാണ്, പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ടാണോ ആൻറ്റി? എൻ്റെ അമ്മയെ പോലെ തന്നെ ആൻറ്റി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ സച്ചി ഭാമയുടെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ കേട്ടപ്പോഴേക്കും ഭാമയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് തന്നെ ഭാമ പറയുന്നുണ്ട് സച്ചി, കാശും പണവും നോക്കിയിട്ടാണോ ഞാൻ ആൾക്കാരോട് ഇടപഴകുന്നത്? രേവതി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ രേവതിയെ സംശയിച്ചിട്ടില്ല എന്നും ഭാമ പറയുന്നുണ്ട്. അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവളാ, പണത്തിനോടൊന്നും ഒരാർത്തിയും ഇല്ലാത്തവളാ അവള്. എനിക്ക് അവളെ നന്നായിട്ട് അറിയാൻ മോനെ എന്നൊക്കെ ഇങ്ങനെ ഭാമ വീണ്ടും പറയുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകും? ഭാമാനെ തന്നെയല്ലേ അമ്മനെ വിളിച്ചിട്ട് രേവതിയാണ് പണം മോഷ്ടിച്ചെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ ഭാമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഭാമയ്ക്ക് അങ്ങ് ഉത്തരം മുട്ടുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആൻറ്റി, ഞാൻ ചെറുപ്പം മുതൽ ആൻറ്റിയെ കാണുന്നല്ലേ. എൻ്റെ അമ്മ എന്നെ അകറ്റി നിർത്തുമ്പോൾ പോലും എനിക്ക് സ്നേഹം തന്നിരുന്നത് ആൻറ്റിയല്ലേ. ആ ആൻറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പം എനിക്കും രേവതിക്കും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവൾ ആകെ തകർന്ന അവസ്ഥയിൽ ആൻറ്റി അവിടെ ഇരിക്കുന്നത്. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നിട്ടും ഭാമാൻറ്റി രേവതിയെ സംശയിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് ഇല്ല മോനെ, ഞാൻ ഒരിക്കലും രേവതിയെ സംശയിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മുടെ ഭാമ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല ഭാമാൻറ്റിക്ക് ഇപ്പോൾ എവിടെ നിന്ന് ഈ 2 ലക്ഷം രൂപ കിട്ടിയത്? ഇപ്പോഴത്തെ കാലത്ത് കാശൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ലല്ലോ ഭാമാൻറ്റി. ക്യാഷ് കിട്ടിയപ്പോൾ തന്നെ അത് അക്കൗണ്ടിലേക്ക് ആക്കുന്നല്ലായിരുന്നു നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. സച്ചിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഭാമ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ഭാമാൻറ്റിക്ക് ഈ 2 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. പെട്ടെന്നൊരു കള്ളം ഭാമയുടെ വായിൽ വരുന്നുമില്ല. സച്ചി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ രേവതി ഇവിടെ വന്നിട്ട് പോയതുകൊണ്ട് രേവതിയുടെ തലയിലേക്ക് ഇടാനല്ലേ നോക്കിയത്. എന്തായാലും ഇതൊരു പോലീസ് കേസ് ആക്കണം. എന്തായാലും നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം ഭാമാൻറ്റി, അല്ലാതെ ഇത് ശരിയാവില്ല. എൻ്റെ രേവതിയുടെ ഭാഗത്ത് നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ? പാവം എൻ്റെ രേവതി ഇതോർത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. ഭാമാൻറ്റി ഇപ്പം തന്നെ റെഡി ആയിക്കോ, നമുക്കിപ്പോൾ തന്നെ പോയി പരാതി കൊടുക്കാന്നൊക്കെ തന്നെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറെ നിവൃത്തി ഒന്നുമില്ലാതെ സച്ചിയുടെ മുമ്പിൽ ഭാമ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്.
അപ്പോഴേക്കും മാമ ചോദിക്കുന്നുണ്ട്, മോനെ അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല സച്ചി, പോലീസിലൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ പോലീസിൽ അറിയിക്കണ്ടേ? ആൻറ്റിക്ക് രേവതിയെ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ രേവതി ആ കാശ് എടുത്തിട്ടില്ല എന്നുള്ളത് തെളിയണ്ടേ? പിന്നെ ആ കാശ് ആരാ എടുത്തെന്നുള്ളതും കണ്ടുപിടിക്കണ്ടേ? ആരാ കാശ് കട്ടുകൊണ്ട് പോയെന്നുള്ളതൊക്കെ പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഭാമ അവസാനം ആകെ പെട്ടുപോയ അവസ്ഥയിലാവുകയാണ്. ഞാൻ തന്നെ വിളിച്ചു തരാം, ആൻറ്റി കാര്യം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ പോലീസിനെ വിളിക്കാനായിട്ട്. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ വേണ്ട വേണ്ട മോനെ, വിളിക്കല്ലേ. സച്ചി പറയുന്നുണ്ട്, ആൻറ്റി പേടിക്കൊന്നും വേണ്ട. കാശ് ആരാണോ മോഷ്ടിച്ചോണ്ട് പോയത് അവരെ പോലീസുകാർ വന്ന് കണ്ടുപിടിക്കും. കാശ് എവിടെയാണ് വെച്ചിരുന്നത്, ആരൊക്കെ അന്ന് ഇവിടെ വന്നോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പോലീസുകാർ ആൻറ്റിയോട് ചോദിക്കുള്ളൂ. അല്ലാതെ പോലീസുകാർ വേറെ ഒന്നും ആൻറ്റിയോട് ചോദിക്കുകയല്ല. ആൻറ്റിയുടെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ആ കാശ് ആൻറ്റിക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് ആ കാശ് കാണാതെ പോയെന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റുമോ? നമുക്കിപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ തന്നെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പോലീസിനെ വിളിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണ്. അവസാനം നിവർത്തിയില്ലാതെ ഭാമ പറയുന്നുണ്ട്, മോനെ മോനെ സച്ചി, അത് പിന്നെ അത് എൻ്റെ കാശല്ല, അത് ചന്ദ്രയുടെ കാശ് എന്നിങ്ങനെ പറയുക കേട്ടോ. സച്ചിക്കും അത് കേൾക്കുമ്പോൾ ഷോക്കാകുന്നുണ്ട്. സച്ചി ഇങ്ങനെ ഭാമേനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ആൻറ്റി ഇപ്പോൾ പറഞ്ഞത്? ആൻറ്റിയുടെ കാശല്ല, അത് അമ്മയുടെ കാശാണെന്നോ? അമ്മയ്ക്കിപ്പോൾ എവിടുന്ന ഇത്രയും കാശ് കിട്ടി എന്നൊക്കെ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് എങ്ങനെയാണ് കാശ് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ഭാമ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ഭാമ സത്യങ്ങളെല്ലാം തന്നെ പറയേണ്ടി വരികയാണ്. അതായത് ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാനായിട്ട് ഭാമയ്ക്ക് വക്കീൽ കൊടുത്തതാണ് ഈ 2 ലക്ഷം രൂപ എന്നിങ്ങനെ പറയുകയാണ്. സച്ചി ഇത് കേൾക്കുമ്പോൾ ആകെ തകർന്നു പോവുകയാണ് കേട്ടോ. 2 ലക്ഷം രൂപ ചന്ദ്രയ്ക്ക് കിട്ടിയോണ്ടാ ചന്ദ്ര ആ കേസ് പിൻവലിച്ചെന്നൊക്കെ തന്നെ പറയുകയാണ് ഭാമ. ആ കാശ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ചന്ദ്ര അത് എന്നെ ഏൽപ്പിച്ചതാ, എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നതാ. ആ കാശ് കാണാതെ പോയെന്നൊക്കെ ഭാമ ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട്. സച്ചി ഇരുന്നിടത്തുനിന്ന് തന്നെ എഴുന്നേറ്റിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പാവം എൻ്റെ രേവതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയായിരുന്നു അല്ലേ? ഇതിനിടയിൽ ഇങ്ങനെയും കുറെ കാര്യങ്ങൾ നടന്നു അല്ലേ? ബാമാരിക്ക് അറിയാവോ ഞാനും രേവതിയും കൂടെ എന്തോരം കഷ്ടപ്പെട്ടാ ആ കാശുണ്ടാക്കിയെന്നറിയാവോ? എന്നിട്ട് അതിൽ നിന്നും അമ്മ 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണല്ലേ ഈ കേസ് പിൻവലിച്ചത്. ഞങ്ങൾ അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാ. എന്തിനാ അച്ഛൻ പോലും അമ്മയോട് പോയി സംസാരിച്ചതാ ഈ കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ച്. എന്നിട്ട് പോലും അമ്മ ആ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ആ കേസ് പിൻവലിച്ചല്ലേ. കൊള്ളാം കൊള്ളാം ആൻറ്റി. എന്നിട്ട് അമ്മ എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്ത പോലെ അങ്ങോട്ടേക്ക് വന്നത്. കാശ് മേടിച്ച് കേസ് പിൻവലിച്ചിട്ടല്ലേ അങ്ങോട്ടേക്ക് വന്നത്. അവരെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്നെയാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നതും. എന്നിട്ട് ബാമാന്റെയും രേവതിയെ തെറ്റുകാരിയാക്കാനായിട്ട് കൂട്ടു നിന്നു അല്ലേ? പാവ എൻ്റെ രേവതിയുടെ തലയിൽ ഈ കുറ്റം വെച്ച് കേട്ടാൻ ബാമാന്റെയും കൂട്ടു നിന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ഇല്ല സച്ചി മോനെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അവളെ വിളിച്ചതേയില്ല. അവളെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എന്നിട്ട് രേവതിയുടെ കാര്യങ്ങൾ രേവതി സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ അവൾ തന്നെ എല്ലാം സംസാരിക്കുകയും ചെയ്യുന്നത്. അവൾ ഇവിടുന്ന് തന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞതാ രേവതി അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ. രേവതി ആ കാശ് എടുക്കില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞതാ മോനെ. എന്നിട്ടും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല മോനെ. രേവതി തന്നെ എടുത്തെന്നും പറഞ്ഞുകൊണ്ടാ അവൾ ഇവിടെ നിന്ന് പോയത്. ഞാൻ ഒരിക്കലും രേവതി മോളെ സംശയം ഉണ്ടെന്നോ രേവതി മോളാണ് ആ കാശ് എടുത്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ബാമ തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അമ്മ ഇത്രയും തരം താഴ്ന്നൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അമ്മ കേസ് പെട്ടെന്ന് പിൻവലിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാം ബാമാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി നല്ല ദേഷ്യത്തിൽ തന്നെ ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് തന്നെ സച്ചി തിരിച്ചു വരികയാണ്. വന്നതിന് ശേഷം അവിടെ ഒരു ഡ്രാമ തന്നെ കളിക്കാണ് കേട്ടോ സച്ചി. ശരിക്കും എന്താണ് സംഭവിച്ചത്, ഈ കാശ് ആരുടേതായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിട്ട് സച്ചി അവിടെ ഒരു ഡ്രാമ തന്നെ കളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ടെന്ന്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ നീ കാര്യം പറയും എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ചില മനുഷ്യരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നീ കാര്യം തെളിച്ച് പറ എന്നിങ്ങനെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ബാമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ പൈസ ആരാ എടുത്തെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പേടിയാവുകയാണ് കേട്ടോ. സച്ചി ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞോന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആരാ പൈസ എടുത്തത്? നിന്റെ ഭാര്യ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അവളെ എടുത്തെന്ന് അറിയുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരികയല്ലേ. ആരാ എടുത്തെന്നുള്ളത് ഏകദേശം ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയടാ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുമ്പോഴേക്കും ആരാ അതിന്റെ പിന്നിലെന്ന് അറിയുമ്പോഴേക്കും എല്ലാവരും ഷോക്കാവും തന്നെ സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി ചന്ദ്രയെ ഒന്ന് കുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാനായിട്ട് രേവതി പോലും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ സച്ചിനെ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് വേറെ ആരുമില്ല, ബാമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് ആ കാശ് മോഷ്ടിച്ചത് രേവതി തന്നെയാന്ന് പറയുമ്പോഴേക്കും രേവതി അങ്ങ് ആകെ ഷോക്കായി നിൽക്കുകയാണ്.
തനിക്ക് ഇത്ര നേരം ധൈര്യം പകർന്നു തന്ന സച്ചിയുടെ തന്നെ ഒരു മോഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ രേവതിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. രേവതി ഉടനെ ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടൻ നീ പറയുന്നത്? സച്ചിയേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആ കാശ് എടുത്തെന്നാണോ സച്ചിയേട്ടനെ പറയുന്നേ? ആദ്യം അമ്മയാണ് ഞാൻ ആ കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു, ഇപ്പൊ ഇതേ സച്ചിയേട്ടനും അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് രേവതി പറയുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. സച്ചി തന്നെ അവസാനം അവളാണ് കാശ് എടുത്തതെന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണല്ലോ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട് ഉടനെ, കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ അവളുടെ ഭർത്താവ് തന്നെ പറഞ്ഞപ്പം എല്ലാവർക്കും വിശ്വാസം ആയോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുകയാണ് കേട്ടോ. രേവതി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവസാനം ചന്ദ്രമതിയുടെ ചീട്ട് കീറുന്ന പോലെ തന്നെ സച്ചി ആ സത്യങ്ങൾ എല്ലാവരോടും പറയുകയാണ്. അത് ബാമാൻ്റെ കാശല്ലെന്നും ആ കാശ് അമ്മയുടെ തന്നും ഒക്കെ ഉള്ളത് സച്ചി എല്ലാവരോടും പറയുകയാണ്. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? ചന്ദ്രയുടെ കാശോ? ചന്ദ്രക്ക് എവിടുന്ന 2 ലക്ഷം രൂപ കിട്ടിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അങ്ങ് പരിഭ്രമിച്ച് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോ സത്യം എല്ലാവരും അറിയുന്നുള്ളത് ചന്ദ്രയ്ക്ക് അറിയാം, സച്ചി എന്തായാലും സത്യം മനസ്സിലാക്കി എന്നുള്ളതും അറിയാം. ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് എവിടുന്ന് കാശ് കിട്ടാനാ? അവൻ വെറുതെ പറയുന്നത് അത് ബാമയുടെ കാശ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് ഇല്ലച്ചാ, ഇത് അമ്മയുടെ കാശ് തന്നെയാ. അച്ഛനറിയാവല്ലോ, ഞാനും രേവതിയും കൂടെ ശരത്തിനെതിരെ അമ്മ കൊടുത്ത കേസ് പിൻവലിക്കാനായിട്ട് വക്കീലിന് 5 ലക്ഷം രൂപ കൊടുത്തെന്നുള്ള കാര്യം. അതിൽ നിന്ന് 2 ലക്ഷം രൂപ വക്കീൽ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അമ്മ ഈ കേസ് പിൻവലിച്ചത് തന്നെ. എന്നിട്ട് അമ്മ എന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്ത പോലെയായിരുന്നു അമ്മയുടെ മട്ടും ഭാവമൊക്കെ. കാശ് കിട്ടിയതുകൊണ്ട് മാത്രം അമ്മ കേസ് പിൻവലിച്ചതെന്നൊക്കെയുള്ളത് ബാമാൻഡി പറഞ്ഞു. ഇനി അമ്മ കൂടുതൽ മറച്ചു വെക്കാനൊന്നും നോക്കണ്ട, അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഈ കാശ് മോഷ്ടിച്ചെന്നുള്ളത് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും രേവതി അല്ല ഈ കാശ് മോഷ്ടിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും ആ കാശ് അമ്മയുടേതാണെന്നും അത് കേസ് മുൻവിളിക്കാനായിട്ട് വക്കീൽ തന്നാന്നൊക്കെ ഉള്ളത് മനസ്സിലായി. പിന്നെ ആ കാശ് കാണാതെ പോയെന്നുള്ളത് നേരെ തന്നെയാ. അതെന്തായാലും രേവതി അല്ല എടുത്തേക്കുന്നത്. അതെടുത്ത ആരാണോ അവരും എൻ്റെ മുൾമുനയിൽ തന്നെ ഉണ്ട് അച്ഛാ. ഉടനെ തന്നെ അതാരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും തന്നെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്തായാലും അന്നത്തെ ദിവസം അവിടെ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തെളിയിക്കാനുള്ള തെളിവും കൂടെ മാത്രം കിട്ടിയാൽ മതി. ആ തെളിവ് എൻ്റെ കൈ കിട്ടിയ ഉടനെ ആ കാശ് ആരാ മോഷ്ടിച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും ചന്ദ്ര ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ഒരിക്കലും രവീന്ദ്രൻ ക്ഷമിക്കാനും കൂട്ടാക്കുന്നില്ല. നീ രേവതി മോളെ ഒരു കളിയാക്കി ചിത്രീകരിക്കാൻ നോക്കിയത് ഞാൻ ക്ഷമിക്കും, പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കില്ല ചന്ദ്രേ. നീ കാരണം സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ ബാധ്യതയായത്. ആ 5 ലക്ഷം രൂപ നീ തന്നെ തിരിച്ചു കൊടുക്കുകയും വേണം. വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചിട്ടില്ല നീ കേസ് പിൻവലിച്ചത്. അതുകൊണ്ട് അവർക്ക് നഷ്ടമായ 5 ലക്ഷം രൂപ നീ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ തന്നെ ചന്ദ്രയോട് ആജ്ഞാപിക്കുകയാണ് രവീന്ദ്രൻ. ഞാൻ എവിടുന്ന് കൊടുക്കാനാ? എന്തോ രവിയേട്ടാ ഈ പറയുന്നത്? എൻ്റെ കയ്യിൽ എവിടുന്ന് അത്രയും കാശെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും രവി പറയുന്നുണ്ട്, നീ ഇനി എന്ത് പറഞ്ഞാലും ചന്ദ്രേ നിനക്കുള്ള ശിക്ഷ ഇതാണ്. സച്ചിക്കും രേവതിക്കും ചെലവായ 5 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. കാരണം എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും രവിയേട്ടനെ വിട്ടുകൊടുക്കാൻ നിൽക്കില്ലല്ലോ. രവിയേട്ടനോട് അത്രയും സ്നേഹം ഉണ്ടെന്നാണല്ലോ ചന്ദ്രമതി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ കൊടുക്കണമല്ലോ എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി.